Family Wedding Center. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യ സഹോദരങ്ങളെ, പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റമളാനിലെ ദിനരാത്രങ്ങൾ ഓരോന്നായി പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസികളുടെ ജീവിതത്തിൽ ഏറെ സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് നോമ്പ്. ഈ അനുഷ്ഠാനമുറകൾ പഠിപ്പിച്ച മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കേണ്ടുന്ന, ആ ജീവിതത്തെക്കുറിച്ച് പഠിക്കുകയും ആ ജീവിതം നമ്മുടെ മുമ്പിൽ സമർപ്പിച്ച മഹത്തായ പാഠങ്ങൾ പഠിച്ച് പകർത്തുകയും ചെയ്യേണ്ടുന്ന കാലഘട്ടം കൂടിയാണിത്. മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തെ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട വ്യക്തിത്വമാണ്. ഇന്നും പ്രവാചകന് നേർക്കുള്ള ആരോപണങ്ങളും പ്രവാചകനെ നിന്ദിക്കുന്ന ലേഖനങ്ങളും എഴുത്തുകളും പ്രഭാഷണങ്ങളുമെല്ലാം ലോകത്ത് ദിനേന കൂടുതൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മനുഷ്യവർഗത്തെ ഇത്രയേറെ സ്നേഹിച്ച, ലോകത്തിൻ്റെ മുമ്പിൽ ഇത്രയേറെ നന്മയുടെ സന്ദേശങ്ങൾ പഠിപ്പിച്ച മറ്റൊരു വ്യക്തിത്വം ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടുന്നില്ല പലപ്പോഴും. അതുകൊണ്ട് തന്നെ പ്രവാചക ജീവിതത്തെക്കുറിച്ചുള്ള പഠനത്തിന് ഏറെ പ്രസക്തിയുണ്ട്. മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുമ്പോൾ അനാഥനായാണ് ജനിച്ചത്. ജനിക്കുന്നതിൻ്റെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പിതാവ് മരണപ്പെട്ട്, പിന്നീട് 6-ാം വയസ്സിൽ മാതാവും നഷ്ടപ്പെട്ട് അനാഥത്വത്തിൻ്റെ വേദനകൾ അറിഞ്ഞ ഒരു ബാല്യമാണ് അവിടുത്തേത്. പിതൃ സഹോദരൻ്റെ കൂടെ കച്ചവട യാത്രകൾ നടത്തി, താൻ വളർന്നു വന്ന വീട്ടിലെ കൊച്ചുകുട്ടികളോടൊപ്പം ആടുകളെ മേയ്ച്ച് പ്രയാസങ്ങൾ കടിച്ചിറക്കി ജീവിച്ച ആ മഹാൻ്റെ ബാല്യകാല ജീവിതം ഏറെ പ്രയാസങ്ങളുള്ളതായിരുന്നു. പിന്നീട് വളർന്ന് യുവത്വത്തിലെത്തിയപ്പോൾ താൻ ജീവിച്ചുകൊണ്ടിരുന്ന നാട്ടിലെ സാഹചര്യങ്ങൾ, അവിടെയുള്ള ജനങ്ങളുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും അവിടുത്തെ മനസ്സിനെ വേദനിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരിൽ നിന്നകന്ന് ഹിറാ ഗുഹയുടെ ഏകാന്തതയിൽ പ്രാർത്ഥനാ നിമഗ്നനായി കഴിഞ്ഞുകൂടുന്നു. ആ സന്ദർഭത്തിൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് ദൈവിക സന്ദേശം ഇഖ്റ പ്രവാചകന് കൈമാറുകയാണ്. ആ സമൂഹത്തിൽ അന്ന് നിലനിന്നിരുന്ന എല്ലാവിധ തിന്മകൾക്കുമെതിരായുള്ള മാറ്റത്തിൻ്റെ സന്ദേശം പ്രവാചകന് നൽകപ്പെടുകയാണ്. മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൈവത്താൽ പ്രവാചകനായി തെരഞ്ഞെടുക്കപ്പെടുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ സകല തിന്മകളും നിറഞ്ഞു നിന്നിരുന്നൊരു സാമൂഹിക അന്തരീക്ഷം. സാമ്പത്തിക രംഗത്ത് പലിശയും പിടിച്ചുപറിയും, ലൈംഗിക രംഗത്ത് വ്യഭിചാരവും അതുപോലെയുള്ള ദുഷ്പ്രവർത്തനങ്ങളും, കൊല്ലയും കൊള്ളിവെപ്പും കൊലയുമെല്ലാം നാട്ടുനടപ്പുകളായി നിലനിന്നിരുന്നൊരു സമൂഹത്തിലേക്കാണ് വിശുദ്ധ ഖുർആനിൻ്റെ വചനവുമായി മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നത്. എല്ലാ അർത്ഥത്തിലും എല്ലാ വിധത്തിലും പ്രവാചകൻ അവർ എതിർത്തു, ശത്രുവായി കണ്ടു, കവിയെന്നും മാരണക്കാരനെന്നും വിളിച്ചു, സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കുന്നവനെന്ന് ആരോപിച്ചു, കല്ലെറിഞ്ഞോടിക്കാൻ വേണ്ടി ശ്രമിച്ചു. എല്ലാം അവിടുന്ന് സഹിച്ചു. ആ ജനസമൂഹത്തെ 23 വർഷക്കാലം കൊണ്ട് ലോകത്തിന് മാതൃകയായ ഒരു ജനതയാക്കി മാറ്റിയെടുത്തു. ഒന്നാമതായി പ്രവാചകൻ ശ്രമിച്ചത് അവരുടെ വിശ്വാസത്തെ സംസ്കരിക്കാനാണ്. കാരണം ഏതൊരു സമൂഹവും രൂപപ്പെടുന്നത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. വ്യക്തികൾ അവരുടെ പ്രവർത്തനങ്ങളെ രൂപപ്പെടുത്തുന്നത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ സകല വസ്തുക്കളെയും ആരാധിച്ചിരുന്ന അവരുടെ ആരാധനയെ, അവരുടെ വിശ്വാസത്തെ ഏകനായ ദൈവത്തിനു മുമ്പിൽ മാത്രം പ്രാർത്ഥനാ പ്രണാമങ്ങൾ സമർപ്പിക്കുന്ന സമ്പൂർണമായ സുവ്യക്തമായ ഏകദൈവ വിശ്വാസത്തിലേക്ക് പ്രവാചകൻ പരിവർത്തിപ്പിച്ചെടുക്കുകയാണ്. അങ്ങനെ അവരുടെ വിശ്വാസരംഗത്ത് അവരെ ബാധിച്ചിരുന്ന സകല ജീർണതകളിൽ നിന്നും
സകല ചൂഷണങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തി ചൂഷണമുക്തമായ തൗഹീദ് അഥവാ ഏകദൈവ വിശ്വാസം, ഏകദൈവ ആരാധന അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. മരണത്തോടുകൂടി ജീവിതം അവസാനിക്കുന്നതല്ല എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് മരണശേഷം വരാനിരിക്കുന്ന വിചാരണയുടെ ഒരു ലോകമുണ്ട്. അവിടെ മനുഷ്യൻ്റെ സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലമായി സ്വർഗവും തിന്മകൾക്ക് പ്രതിഫലമായി നരകവും നൽകപ്പെടും. വിചാരണയുണ്ട്, ശിക്ഷയുണ്ട് എന്ന് പഠിപ്പിച്ചുകൊണ്ട് ജീവിതത്തിൽ ധാർമ്മികത കാത്തു സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത പ്രവാചകൻ ലോകത്തെ പഠിപ്പിച്ചു. ജീവിതത്തിൻ്റെ ലക്ഷ്യം പഠിപ്പിക്കുക വഴി കൃത്യമായ ഒരു ജീവിത രീതിയെ അവർക്ക് മുമ്പിൽ വ്യക്തമാക്കി കൊടുത്തു പരിശുദ്ധ ഇസ്ലാം. അങ്ങനെ മാനവികതയുടെ മുമ്പിലേക്ക് പരിവർത്തനത്തിൻ്റെ ഒരു സന്ദേശം മഹാനായ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർ അവരെല്ലാം വ്യത്യസ്ത ഭാഷകളും വ്യത്യസ്ത ദേശത്ത് ജീവിക്കുന്നവരും വ്യത്യസ്തങ്ങളായ രീതികൾ, ആചാരങ്ങൾ, വിശ്വാസ പ്രമാണങ്ങളൊക്കെ മുറുകെ പിടിക്കുന്നവരുമാണ്. എന്നാൽ മനുഷ്യരെല്ലാം ഒന്ന് എന്ന സന്ദേശം ലോകത്തിൻ്റെ മുമ്പിൽ പഠിപ്പിച്ചു മഹാനായ പ്രവാചകൻ. വിശുദ്ധ ഖുർആനിലെ വചനം അവർക്ക് ഓതിക്കേൾപ്പിച്ചുകൊണ്ട് യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു എന്ന് വിശുദ്ധ ഖുർആൻ അവരെ ബോധ്യപ്പെടുത്തി. പ്രവാചകൻ അതവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. മനുഷ്യരെ, നിങ്ങളെല്ലാം ഒരു മാതാവിൽ നിന്നും പിതാവിൽ നിന്നുമുള്ളവരാണ്. എല്ലാവരും ഒരേ മാതാപിതാക്കളുടെ സന്തതികളാണ്. അതുകൊണ്ട് ആദമിൻ്റെ സന്തതികളായ മുഴുവൻ മനുഷ്യരും ഒന്നാണ് എന്ന ഏകതയുടെ സന്ദേശം, മനുഷ്യർക്കിടയിലുള്ള ഭിന്നിപ്പിൻ്റെ, വ്യത്യാസത്തിൻ്റെ, അതിൻ്റെ എല്ലാ കാരണങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട് ഒരേ പിതാവിൻ്റെ സന്തതികളാണ് എന്ന് പഠിപ്പിച്ചു വിശുദ്ധ ഖുർആൻ. ആ സന്തതികൾക്കിടയിൽ അവർക്ക് ഏതെങ്കിലും നിലക്ക് മഹത്വമുണ്ടെങ്കിൽ അതിൻ്റെ മാനദണ്ഡം ജനിച്ച കുലമല്ല, സംസാരിക്കുന്ന ഭാഷയല്ല, ധരിച്ച വസ്ത്രമല്ല, മറിച്ച് ഇന്ന അഖിറവക്കും അഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ആരാണ് തൻ്റെ ഹൃദയത്തിൽ ദൈവിക ഭയം ഏറ്റവും കൂടുതൽ കാത്തു സൂക്ഷിക്കുന്നത് അവനാണ് ദൈവത്തിങ്കൽ ആദരണീയനെന്ന് പഠിപ്പിച്ച് മനുഷ്യൻ്റെ ഔന്നിത്യത്തിൻ്റെ മാനദണ്ഡം ദൈവഭയമാണ് എന്ന് ബോധ്യപ്പെടുത്തി വിശുദ്ധ ഖുർആൻ. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോക മാനവികതയുടെ മുമ്പിൽ ഉയർത്തിപ്പിടിച്ചു. ഇന്നും വിശുദ്ധ ഖുർആനിൻ്റെ ഈ സന്ദേശം ഏറെ പ്രസക്തമായി നിലകൊള്ളുകയാണ്. ഇങ്ങനെ വിശ്വാസരംഗത്ത് കൃത്യമായ ഒരു ആദർശം പഠിപ്പിച്ച പരിശുദ്ധ പ്രവാചകൻ, എന്നാൽ അന്യമതങ്ങളുടെ കാര്യത്തിൽ അവരോടുള്ള നിലപാട് ഏറ്റവും ഉത്തമമാകണമെന്ന് പഠിപ്പിച്ചു. വിശുദ്ധ ഖുർആനിൻ്റെ ഈ വിഷയത്തിലുള്ള ഉത്ബോധനം, നിങ്ങൾ ഒരിക്കലും തന്നെ അന്യ മതസ്ഥരുടെ ആരാധ്യ വസ്തുക്കളെ ചീത്ത വിളിക്കുന്നവരാകരുത്. അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ആരാധ്യനവരും ചീത്ത വിളിക്കുമെന്ന് പഠിപ്പിച്ചുകൊണ്ട് അന്യമതസ്ഥരുടെ ആരാധ്യ വസ്തുക്കളുടെ നേർക്ക് ഏറ്റവും മാന്യമായ നിലപാടാണ് വിശ്വാസികൾ സ്വീകരിക്കേണ്ടത് എന്ന് ഉത്ബോധിപ്പിച്ചു. അതുപോലെ തന്നെ മനുഷ്യജീവൻ്റെ വില, കൊലപാതകങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകം, പ്രവാചകൻ്റെ അധ്യാപനം, അന്ത്യദിനത്തിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ് മനുഷ്യവധം വർദ്ധിക്കുക എന്നത്. ദൈവം നൽകിയ ജീവൻ, പരിശുദ്ധമായ ജീവൻ, അതിനെ അന്യായമായി ഹനിക്കുന്നത് വലിയ പാതകമായി മഹാനായ പ്രവാചകൻ പഠിപ്പിച്ചു. അതുപോലെ തന്നെ മനുഷ്യൻ്റെ സ്വബോധത്തെ നഷ്ടപ്പെടുത്തുന്ന ലഹരി, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്വാൻ, പൈശാചികമായ പ്രേരണകളിൽപ്പെട്ടതാണ്, പൈശാചികമായ തിന്മയിൽപ്പെട്ടതാണ് മദ്യവും ചൂതാട്ടവും ഉൾപ്പെടെയുള്ള തിന്മകൾ എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ വചനം പരിശുദ്ധ പ്രവാചകൻ ലോകത്തിന് മുമ്പിൽ ഓതിക്കൊടുത്തു. ഇന്നുമേറെ പ്രസക്തമായിരിക്കുന്ന കാര്യം, ഇവിടെ സ്വന്തം മാതാവിനെ വധിക്കുന്ന നിലക്ക്, സ്വന്തം കൂടപ്പിറപ്പുകളെ കൊല്ലുന്ന വിധത്തിൽ, സ്വന്തം സഹപാഠിയെ ക്രൂരമായി കൊല ചെയ്യത്തക്ക വിധത്തിൽ മനുഷ്യനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഈ ലഹരി എന്ന തിന്മ വ്യാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനം, പ്രവാചകൻ്റെ ഉത്ബോധനം ഇന്നും പ്രസക്തമായി നിലകൊള്ളുകയാണ്. സാമ്പത്തിക രംഗം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമാണ്. എങ്ങനെയെങ്കിലും പണമുണ്ടാക്കാമെന്ന സമീപനത്തിന് പകരം തൻ്റെ ആർജിത സമ്പത്തിൻ്റെ 2.5% പാവപ്പെട്ടവൻ്റെ അവകാശമാണെന്ന് പഠിപ്പിച്ചു പ്രവാചകൻ. പലിശ തിന്മയാണെന്ന് പഠിപ്പിച്ചു. അതിലെ ഏറ്റവും ചെറുതുപോലും സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ പാതകമാണെന്ന് ലോകത്തെ പഠിപ്പിച്ചു മഹാനായ പ്രവാചകൻ. അങ്ങനെ സാമ്പത്തിക രംഗത്തെ സകല ചൂഷണങ്ങളിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്തി തൻ്റെ സമ്പത്തിൻ്റെ നിശ്ചിത വിഹിതം അഗതിക്കും അനാഥർക്കും പാവപ്പെട്ടവനും പ്രയാസപ്പെടുത്തുന്നവനുമെല്ലാം നൽകത്തക്ക വിധത്തിലുള്ളൊരു മാനസികാവസ്ഥ മനുഷ്യനിൽ സൃഷ്ടിച്ചെടുത്തു മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് സ്നേഹത്തിൻ്റെ മാതൃകയായിരുന്നു.
തൻ്റെ മുമ്പിൽ കാഴ്ചവെക്കാൻ വേണ്ടി പക്ഷിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന ഒരനുയായി തള്ളപ്പക്ഷി ആ തലക്ക് മുകളിൽ പാറി നടക്കുന്നത് കണ്ടപ്പോൾ ആ പക്ഷിക്കുഞ്ഞുങ്ങളെ കൂട്ടിലേക്ക് കൊണ്ടുപോയി വെക്കാൻ വേണ്ടി കൽപ്പിച്ച, പച്ചക്കരളുള്ള സകലതിനോടും കരുണ കാണിക്കണമെന്ന് പഠിപ്പിച്ച കാരുണ്യത്തിൻ്റെ പ്രതിരൂപമായ മഹാനായ പ്രവാചകൻ, അനുയായികളെക്കുറിച്ച് ഓർത്ത് കരഞ്ഞ പ്രവാചകൻ, അവരുടെ പട്ടിണി മാറ്റാനുള്ള കാര്യങ്ങളിൽ മുന്നിട്ടിറങ്ങിയ മഹാനായ വ്യക്തിത്വം, അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ മുമ്പിൽ ഏറ്റവും നല്ലൊരു അധ്യാപകനായി വർത്തിച്ചു. തൻ്റെ മുന്നിലിരിക്കുന്ന അനുയായി വൃന്ദം, ശിഷ്യ സമൂഹം തലയിൽ പക്ഷിയിരിക്കുന്ന പോലെ തല അനക്കിയാൽ ആ പക്ഷി പാറിപ്പോകുമോ എന്ന് ഭയപ്പെടുമാറ് സാഗൂതം അവർ ശ്രദ്ധിച്ചുകൊണ്ട് പ്രവാചകന്റെ സദസ്സിൽ ഇരുന്നു എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. ആ അനുയായികളുടെ മുമ്പിൽ ഏറ്റവും നല്ല ഒരു അധ്യാപകനായി അവിടുന്ന് പ്രവർത്തിച്ചു. പ്രസക്തമായ നിത്യപ്രസക്തമായ വചനങ്ങൾ ആ തിരുവായിൽ നിന്ന് ലോകത്തിന് കേൾക്കാൻ സാധിച്ചു. സാമൂഹ്യ ബന്ധങ്ങളെക്കുറിച്ച് അവിടുന്ന് ഉത്ബോധിപ്പിച്ചു. നീ പണിത മതിലിനപ്പുറത്ത് അയൽപക്കാരനുണ്ടെങ്കിൽ, നീ വയറു നിറച്ചുണ്ണുമ്പോൾ അവൻ പട്ടിണി കിടക്കുന്ന അവസ്ഥയിലാണെങ്കിൽ നിന്റെ മതം പൂർണ്ണമല്ല എന്ന് പഠിപ്പിച്ച മനുഷ്യസ്നേഹിയായ പ്രവാചകൻ. അയൽവാസി ഏതു മതവിശ്വാസിയാകട്ടെ, അവൻ്റെ പട്ടിണി നിന്റെ പട്ടിണിയാകണം, അവൻ്റെ പട്ടിണി പരിഹരിച്ചെങ്കിലേ നിന്റെ മതം പൂർണ്ണമാവുകയുള്ളൂ എന്ന് പഠിപ്പിച്ച പ്രവാചകൻ്റെ ഉത്ബോധനങ്ങൾ എന്നും പ്രസക്തമാണ്. അഗതിയുടെ, അനാഥൻ്റെ, വിശക്കുന്നവൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ മതം പൂർണ്ണമാകില്ലെന്ന് പഠിപ്പിച്ച വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനം മതത്തെ കളവാക്കുന്നവനാണ്. അഗതിക്ക് ആഹാരം നൽകാത്തവനും അനാഥൻ്റെ പട്ടിണി മാറ്റാത്തവനും എന്ന് പഠിപ്പിച്ച വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനം പ്രായോഗികമായി ലോകത്തിൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുത്ത മഹാനായ തിരുദൂതർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മഹാനായ വ്യക്തിത്വം കൊണ്ടുവന്ന സന്ദേശം അത് ദൈവികമാണ് എന്നതുകൊണ്ടാണ് 23 വർഷക്കാലമെന്ന ചുരുങ്ങിയൊരു കാലഘട്ടം കൊണ്ട് ലോകത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ ആ മഹാനായ പ്രവാചകന് സാധ്യമായി തീർന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ ഗുരുവിൻ്റെ സന്ദേശം, മാനവികതയുടെ സന്ദേശം പഠിപ്പിച്ച പ്രവാചകൻ്റെ ഉത്ബോധനങ്ങൾ ഇന്നും പ്രസക്തമായി നമുക്ക് കാണാൻ സാധിക്കും. 1400 വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് നബി പഠിപ്പിച്ച ഏതെങ്കിലും ഒരു നന്മയല്ല എന്ന് ഇന്ന് പറയാൻ ലോകത്തൊരാൾക്കും സാധ്യമാകില്ല. ആ പ്രവാചകൻ തിന്മയാണ്, വർജിക്കണമെന്ന് പഠിപ്പിച്ച ഏതെങ്കിലും ഒരു കാര്യം അത് തിന്മയല്ല, അത് മനുഷ്യവർഗത്തിന് പുരോഗതിക്ക് ആവശ്യമാണ് എന്ന് പ്രമാണബദ്ധമായി ശാസ്ത്രീയമായി പറയാൻ, തെളിയിക്കാൻ ലോകത്തിനൊരാൾക്കും സാധ്യമല്ല. ധർമ്മത്തിൻ്റെ കാര്യത്തിൽ അവിടുന്ന് പഠിപ്പിച്ച മാനദണ്ഡം, മൂല്യങ്ങളുടെ വിഷയത്തിൽ അവിടുന്ന് പഠിപ്പിച്ച മാനദണ്ഡം, മാനവികതയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവിടുന്ന് പഠിപ്പിച്ച സന്ദേശങ്ങൾ ഓരോന്നും നിത്യപ്രസക്തമാണ്. അതുകൊണ്ട് ആ പ്രവാചകനെ കുറിച്ച് നാം പഠിക്കുക. ആ പ്രവാചകൻ എങ്ങനെയാണ് ആ കാലഘട്ടത്തിൽ അക്ഷരാഭ്യാസമില്ലാത്ത, ശാസ്ത്രത്തിൻ്റെ പിൻബലമില്ലാത്ത ഒരു സമൂഹത്തിൽ മാറ്റമുണ്ടാക്കാൻ സാധിച്ചത് എന്നത് ആധുനിക വിദ്യാർത്ഥിയുടെ മുമ്പിൽ ഒരു അത്ഭുത പാഠമാണ്. അത് പഠിക്കാൻ തയ്യാറാകണമെന്നാണ് വിനയത്തോടുകൂടി ഈ പ്രവാചകൻ വിമർശിക്കുന്നവരോട് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. പരിശുദ്ധ റമദാൻ മഹാനായ പ്രവാചകനെക്കുറിച്ച് പഠിക്കാനും ആ പ്രവാചകൻ്റെ ചര്യകൾ അനുധാവനം ചെയ്യാനുമുള്ള പ്രചോദനമായി നമുക്ക് മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ, ആയിക്കോട്ടെ. ഫാമിലി വെഡിംഗ് സെന്റർ.